അച്ഛൻ അറിഞ്ഞോ? ദുർഗ വിളിച്ചിട്ടാണ് നിർമ്മലയ്ക്ക് ഇങ്ങോട്ടോ ഇപ്പോൾ വരാൻ തോന്നിയത്. ആ, നമ്മളെല്ലാവരും ഇവർക്ക് ശത്രുക്കളല്ലേ? ഞാനും കരുതി എന്താ ഇപ്പോൾ യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഇങ്ങോട്ട് വരാൻ തോന്നിയെന്ന്. കാർത്തിയും ഫാമിലിയും ലണ്ടനിൽ നിന്ന് വന്നതാണ്. വടക്കേടത്തെ വീട്ടിൽ ലിവിംഗ് റൂമിൽ സംസാരിച്ച് ഇരിക്കുകയാണ് എല്ലാവരും. ദുർഗ നിർമ്മലയുമായി കാശിയെക്കുറിച്ച് സംസാരിച്ചത് കേട്ട കൃഷ്ണൻ അതിലേക്ക് ഊന്നൽ കൊടുത്താണ് സംസാരിക്കുന്നത്. ജഗന്നാഥനും അതിന് പുച്ഛത്തോടെ മറുപടി കൊടുത്തു. മുത്തശ്ശ, ഞാൻ എൻ്റെ മുത്തശ്ശനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് വന്നത്. മുത്തശ്ശന് ഞാൻ പറഞ്ഞിരുന്നല്ലോ, വെക്കേഷന് ഞങ്ങൾ ഒന്നിച്ചു വരാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന്. കിച്ചു മുത്തശ്ശൻ്റെ കൈകളെ ചേർത്ത് പിടിച്ച് തലോടിക്കൊണ്ട് പറയുകയാണ്. അല്ല ചേച്ചി എവിടെ? ഏട്ടത്തിയെയും കണ്ടില്ലല്ലോ. കാർത്തി കാണാം. ഏട്ടത്തി അവളുടെ വീട്ടിലേക്ക് പോയതാണ്. ചേച്ചി അകത്ത് കാണും. ചേച്ചിയുടെ പിണക്കം മാറിക്കാണില്ല. നിങ്ങൾ പോയ ശേഷം അവളെ ഒന്ന് വിളിച്ച് സംസാരിച്ചു പോലുമില്ലല്ലോ. അതിൻ്റെ ദേഷ്യവും പരിഭവവും കാണും. അതൊക്കെ ഞാൻ മാറ്റിയെടുക്കും ഏട്ടാ. കാർത്തി കൗസല്യയുടെ അടുത്തേക്ക് പോകാൻ എഴുന്നേറ്റപ്പോഴാണ് ദുർഗ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത്. ചേച്ചിയെ കണ്ടതും കിച്ചു ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. കിച്ചൂട്ടാ, അവൾ അവൻ്റെ തലയിലൊന്ന് തലോടി. മോളെ, ചെറിയച്ഛ എപ്പോൾ എത്തി? ഉച്ച കഴിഞ്ഞ് എത്തി മോളെ. ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ചെറിയമ്മ. ദുർഗ നിർമ്മലയെ കണ്ടതും അവരുടെ അടുത്തേക്ക് വന്ന് അവരെ കെട്ടിപ്പിടിച്ചു. എന്നാൽ ദുർഗ കയറി വരുന്നത് കണ്ടതും കൃഷ്ണൻ്റെയും മുത്തശ്ശൻ്റെയും മുഖം ഒന്ന് വീർത്തു. അവർ ഇരുവരും അവളുടെ മുഖത്തേക്കൊന്ന് നോക്കുക പോലും ചെയ്യാതെ നോട്ടം മാറ്റിക്കളഞ്ഞു. മോളെ, ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വന്നതാണെങ്കിലും സ്വഭാവമെല്ലാം വ്യത്യാസമാണ്. അറിഞ്ഞിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല മോളെ. ദേവേട്ടൻ ഇത്രയും ക്രൂരനായിരുന്നു. അച്ഛൻ്റെ സ്വത്തൊന്നും ഏട്ടൻ എടുത്തിട്ടില്ല. എല്ലാം ദേവേട്ടൻക്കും വല്യേച്ചിക്കുമാണ് കൊടുത്തത്. ബാക്കിയുള്ളതെല്ലാം ഏട്ടൻ ഉണ്ടാക്കിയതും പിന്നെ ഏട്ടത്തിയുടെ ഷെയറുമാണ്. ഏട്ടത്തിയുടെ അച്ഛൻ സുനന്ദ ഏട്ടത്തി ഒറ്റ മോളാണ്. കോടികളുടെ സ്വത്തുണ്ട് ഏട്ടത്തിയുടെ അച്ഛന്. അച്ഛൻ്റെ മരണശേഷം ഏട്ടനായിരുന്നു അതെല്ലാം നോക്കിക്കണ്ട് നടന്ന് ഇത്രയും ഇരട്ടിപ്പിച്ചത്. അതും സ്വന്തമായി കിട്ടണമെന്ന് ദേവേട്ടൻ മോഹിച്ചത് തെറ്റല്ലേ? സ്വത്തിനോട് ഇത്രയും ആക്രാന്തം ആ മനുഷ്യൻ്റെ അത്ര ആർക്കും ഉണ്ടാവില്ല മോളെ. ആർക്കറിയാം ഏട്ടൻ്റെ ആക്സിഡൻറ്റിൻ്റെ പിന്നിൽ ആരുടെ കൈകളെല്ലാം ഉണ്ടെന്ന്. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് ഫ്രഷായി ഇരിക്കുന്ന ദുർഗയുമായി സംസാരിച്ചിരിക്കുകയാണ് നിർമ്മല. ചെറിയമ്മ, കാശിയെ എങ്ങനെ രക്ഷിക്കുമെന്ന് എനിക്കൊരു ധാരണയുമില്ല. കാശിയുടെ അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലെന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അച്ഛനാണെങ്കിൽ നമ്മുടെ സംസാരം കേട്ടു. ഞാൻ കാശിയെക്കുറിച്ച് ചെറിയമ്മയോട് സംസാരിക്കുന്നത്. എന്നിട്ട് എന്താ ഉണ്ടായേ? നിന്നെ ഉപദ്രവിച്ചോ? ഇല്ല ചെറിയമ്മ, ഒന്നും ചോദിച്ചില്ല. ഇതുവരെ ഒന്നും അതിനെക്കുറിച്ച് ചോദിച്ചിട്ടില്ല. വെറുതെ അല്ല ഞങ്ങളുടെ പെട്ടെന്നുള്ള വരവിനെക്കുറിച്ച് അച്ഛനും ഏട്ടനും മുനവെച്ച് സംസാരിച്ചത്. ആ, എന്തെങ്കിലും ആകട്ടെ മോളെ. ഞാൻ കാശിയുടെ കാര്യത്തെക്കുറിച്ച് ഏട്ടത്തിയോട് സംസാരിക്കാം. ഞാൻ വേണ്ടത് ചെയ്യാം. എൻ്റെ കുട്ടിയുടെ നല്ല മനസ്സ്. ദൈവം എന്നും എൻ്റെ കുട്ടിക്ക് നല്ലത് വരുത്തട്ടെ. നിർമ്മല പറഞ്ഞുകൊണ്ട് ദുർഗയെ ചേർത്തു പിടിച്ചു. എനിക്ക് ആദ്യം തന്നെ സംശയം തോന്നിയിരുന്നു നിർമ്മലെ. പിന്നെ ഏട്ടൻ മരിച്ചപ്പോൾ മനസ്സിൽ അസ്വസ്ഥത ആകുമെന്ന് കരുതി ഞാൻ. സുനന്ദ മുന്താണി കൊണ്ട് കണ്ണുകൾ തുടച്ച് പറയുകയാണ്. നിർമ്മലയും സുനന്ദയും ദുർഗയും കൂടി പാർക്കിലേക്ക് വന്നതാണ്. ആളൊഴിഞ്ഞ കോണിലായി ഒരു ബെഞ്ചിലിരുന്ന് സംസാരിക്കുകയാണ് മൂവരും. നിർമ്മല ഫോൺ ചെയ്ത് വരുത്തിയതാണ് സുനന്ദയെ. ഏട്ടത്തി, സ്വത്തിന് വേണ്ടി സ്വന്തം രക്തബന്ധത്തിന് പോലും സ്ഥാനമില്ല കാലത്തും. അത് തന്നെ ഇപ്പോഴും തുടരുന്നു. എനിക്കൊന്നും അറിയില്ല നിർമ്മലെ. എവിടെ ചെന്ന് എന്ത് ചെയ്യണമെന്ന് എനിക്കാരുമില്ല മോളെ. ചുറ്റും ശത്രുക്കളാണ്. ബന്ധുക്കൾ എന്ന പേര് മാത്രം. ഞാൻ എൻ്റെ മോളും തനിച്ചാണ്. സംരക്ഷണം നൽകേണ്ട എൻ്റെ കുഞ്ഞ് ആ അവസ്ഥയിലും. സുനന്ദ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്. ആൻറ്റി, കരയല്ലേ. കാശിയുടെ അസുഖം ഭേദമാക്കണം. അദ്ദേഹത്തിന് നൽകിയ മാരക മരുന്നിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഇപ്പോഴും അദ്ദേഹം അനുഭവിക്കുകയാണ്. അതിനുവേണ്ട ചികിത്സ കൊടുത്ത് പൂർണ്ണ ആരോഗ്യവാനായാൽ അദ്ദേഹം തന്നെ വരും നിങ്ങളുടെ അടുത്തേക്ക്. പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ആൻറ്റി. ആ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരണം. അതിന് നമ്മൾ ശ്രമിച്ചാൽ അവർ വേറെ മാർഗം സ്വീകരിക്കും. കാശി തന്നെ ഒളിച്ചോടി രക്ഷപ്പെടണം. അതിനുള്ള മാർഗമാണ് നമ്മൾ നോക്കേണ്ടത്. ദുർഗ സുനന്ദയോടായി സംസാരിക്കുകയാണ്. സുനന്ദയെല്ലാം ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നുണ്ട്. അതിനുള്ള വഴി ഞാൻ ഒരുക്കിക്കൊള്ളാം ഡോക്ടർ. ഇനിയുള്ളത് ഞാൻ തന്നെ ശരിയാക്കാം. സുനന്ദയ്ക്ക് എവിടെ നിന്നോ ഒരു ധൈര്യം വന്നതുപോലെ അവർ അല്പം പോലും ഭയമില്ലാതെ സംസാരിച്ചു. ദുർഗയ്ക്ക് ഒരു ചിന്തയേയുള്ളൂ, കാശിയെ രക്ഷിക്കണം. അവൾ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്.
നിർമ്മലയോട് നീ എന്തിനാണ് വരാൻ പറഞ്ഞത്? ബാക്കിൽ നിന്ന് അച്ഛൻ്റെ ശബ്ദം കേട്ടതും ദുർഗ ഒന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കി. അത് ദുർഗയ്ക്ക് എന്ത് പറയണമെന്ന് അറിയുന്നില്ല. അത് ആ കാശി അയാളെ സ്വന്തം ചെറിയച്ഛൻ തന്നെ തളർത്തി കിടത്താൻ നോക്കുകയാണ്. അതിന് അവനെ രക്ഷിക്കാനാണോ ചെറിയമ്മയെ വിളിച്ചു വരുത്തിയത്? ദുർഗെ, അവൻ നമ്മുടെ ശത്രുവാണ്. അവൻ്റെ ജീവൻ രക്ഷിക്കാനാണോ നിൻ്റെ പ്ലാൻ? അച്ഛാ, അദ്ദേഹം എൻ്റെ പേഷ്യൻ്റാണ്. നിൻ്റെ പേഷ്യൻ്റല്ല, നമ്മുടെ ശത്രുവാണ്. അവനെ ഇല്ലാതാക്കാതെ അവൻ്റെ ജീവൻ രക്ഷിക്കാനാണോ നിൻ്റെ ഉദ്ദേശം? അയാളുടെ മുഖം ഗൗരവം നിറഞ്ഞു നിന്നു. ദുർഗയ്ക്ക് ഭയം തോന്നി. ഞാൻ എങ്ങനെ അദ്ദേഹത്തെ ഉപദ്രവിക്കും? എന്നെ ഒരിക്കൽ രക്ഷിച്ച ആളാണ്. നല്ലൊരു മനസ്സിനുടമയാണ് അച്ഛാ. അധികം വിവരിക്കണ്ട. കൃഷ്ണൻ ദുർഗയെ കൂടുതൽ പറയാൻ അനുവദിച്ചില്ല. ഞാൻ പറയുന്നത് പോലെ നീ ചെയ്താൽ നീ ഈ കുടുംബത്തോട് ചെയ്ത ആ നാണക്കേട് ഞാൻ ക്ഷമിച്ചു തരാം. അത് അച്ഛന് എൻ്റെ ജീവൻ വേണമെങ്കിലും ഞാൻ തരാം, ഉറപ്പായും തരാം. പക്ഷേ എൻ്റെ എത്തിക്സിന് നിരക്കാത്തത് എനിക്ക് ചെയ്യാൻ കഴിയില്ല. ശത്രുത തീർക്കാൻ, എന്നെ വിശ്വസിച്ച് എൻ്റെ പേഷ്യൻറ്റിനെ കരുവാക്കാൻ എനിക്ക് സാധിക്കില്ല. അവൾ ഇരുകൈകൊണ്ട് മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് കൃഷ്ണൻ്റെ കാലിലേക്ക് വീണു. നീ കാരണം ഇത്രയും ഞങ്ങൾ അനുഭവിച്ചില്ലേ? നിനക്ക് ഈ സഹായം ചെയ്യാൻ കഴിയില്ലേ മോളെ? സത്യം ചെയ്യും മോളെ, നീ അവനെ കൊല്ലുമെന്ന് സത്യം ചെയ്യ്. അയാളും അവളുടെ അടുത്തായിരുന്നു. പറ മോളെ, അച്ഛൻ്റെ ഈ ആഗ്രഹം നീ സാധിച്ചു തരില്ലേ? പോയി അവനെ അവസാനിപ്പിക്കുക. എന്താ അച്ഛാ, എന്തൊക്കെയാ ഈ പറയുന്നത്? ജീവൻ നൽകുന്നതും ജീവൻ എടുക്കുന്നതും ഈശ്വരനാണ്. ഞാൻ വെറും ഒരു മനുഷ്യനാണ്. എൻ്റെ ധർമ്മം രോഗിയെ ചികിത്സിച്ച് ഭേദമാക്കുക എന്നതാണ്. നല്ലത് ചൊല്ലിത്തന്ന അച്ഛൻ തന്നെയാണോ ഇതൊക്കെ പറയുന്നത്? ദുർഗവിശ്വാസം വരാതെ അയാളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്നാൽ അയാൾക്ക് ഒരു ലക്ഷ്യം മാത്രമേയുള്ളൂ. കാശിയുടെ ജീവൻ എടുത്ത് തൻ്റെ പക വീട്ടണം, അത്രമാത്രം. അച്ഛാ, ഞാനൊരു ഡോക്ടറാണ്. ഞാൻ എങ്ങനെ ചെയ്യും? മോളെ, നീ ചെയ്യ്. നമുക്കത് അയാളുടെ ചെറിയച്ഛൻ മഹാദേവനാണ് ചെയ്തതെന്ന് തെളിയിക്കാം. നിനക്കൊരു ദോഷവും ഉണ്ടാവില്ല. നീ ചിന്തിക്കോ, അവൻ മരിക്കണം, അത് എനിക്കും ആവശ്യമാണ്. നീ ചെയ്തു തരണം അത്. പറയൂ മോളെ, നീ ചെയ്യില്ലേ? അവനെ കൊല്ല്. നീ അവനെ കൊന്നില്ലെങ്കിൽ ഞാൻ തോറ്റുപോകും. നീ ചെയ്യില്ലേ മോളെ? അച്ഛൻ്റെ അഭിമാനത്തിൻ്റെ കാര്യമാണ്. ഈ തറവാട്ടിലും ഞാൻ തോറ്റുപോകും. കൃഷ്ണൻ മകളുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ നന്നായി ശ്രമിക്കുകയാണ്. ദുർഗ എന്ത് പറയണം എന്നറിയാതെ പതറിപ്പോവുകയാണ്. ഞാൻ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ പിന്നെ നീ എൻ്റെ മുന്നിലേക്ക് വന്നു പോകരുത് ദുർഗെ. അവസാനം അയാൾ അതും പറഞ്ഞ് അവളുടെ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി. ദുർഗ എന്തു ചെയ്യും, എന്തു പറയും എന്നറിയാതെ ബെഡിലേക്ക് ഇരുന്നു പോയി. സുനന്ദ അവരുടെ വിശ്വസ്തനായ ഡ്രൈവർ ഗോവിന്ദനുമായി സംസാരിക്കുകയാണ്. കാശിയെ രക്ഷിക്കാനുള്ള ചർച്ച നടക്കുകയാണ്. ഗോവിന്ദ, ഡോക്ടർ ദുർഗയുടെ നമ്പർ ഞാൻ വാട്സപ്പ് സെൻഡ് ചെയ്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യൂ. നീ ഇത് പുറത്ത് വേറെ ആരെയും അറിയിക്കില്ല എന്ന ഉറപ്പിലാണ് ഈ ജോലി ഞാൻ നിന്നെ ഏൽപ്പിച്ചത്. ഇല്ല മാഡം, കാശിക്കുഞ്ഞ് ഈ കയ്യിൽ കിടന്ന് വളർന്നതല്ലേ. അദ്ദേഹത്തെ രക്ഷിക്കാൻ ഞാൻ കൂടെ തന്നെയുണ്ടാകും. ഞങ്ങളുടെ കൊച്ചു മുതലാളിയെ പഴയ ചുറുചുറുക്കോടെ തിരിച്ചു കിട്ടാൻ ഞാൻ എന്തിനും തയ്യാറാണ് മാഡം. ഗോവിന്ദൻ വളരെ ഉത്സാഹത്തോടെ തന്നെ പറഞ്ഞു. എന്നാൽ ഡോക്ടർ ദുർഗയുമായി സംസാരിച്ച് വേണ്ടത് ചെയ്യൂ. ശരി മാഡം, ഞാൻ വേണ്ടതു ചെയ്യാം. ഗോവിന്ദൻ അവിടെ നിന്നും പുറത്തേക്ക് നടന്നു. ദുർഗ എന്തൊക്കെയോ തീരുമാനിച്ച് ഉറപ്പിച്ച പോലെ പുറത്തേക്ക് പോകാൻ ധൃതിയിൽ ഒരുങ്ങുകയാണ്. ഈ സമയമാണ് ഗോവിന്ദൻ്റെ ഫോൺ വരുന്നത്. ഡോക്ടർ പറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ ഗോവിന്ദേട്ടാ, കാശിയോട് എല്ലാ കാര്യവും കറക്റ്റ് പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് ഞാനും. രാത്രി ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ വേണം. വാച്ച്മാൻ നമ്മുടെ കൂടെ തന്നെയുണ്ട് ഡോക്ടർ. ഓക്കെ, എന്നാൽ പറഞ്ഞ പോലെ. ദുർഗയും ഗോവിന്ദനും കൂടി കാശിക്ക് ഒളിച്ചോടാനുള്ള പ്ലാൻ തയ്യാറാക്കുകയാണ്. ദുർഗ ഫോൺ കട്ട് ചെയ്ത് കണ്ണാടിയിലേക്ക് ഒന്നുകൂടി നോക്കി റൂമിന് പുറത്തേക്ക് നടന്നു. അവൾ നേരെ പോയത് കാർത്തി സ്വന്തമായി വാങ്ങിയ ബംഗ്ലാവിലേക്കാണ്. കൗസല്യയുടെ കൂടെ തൻ്റെ ഭാര്യയെ നിർത്താൻ അയാൾക്ക് ധൈര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നാട്ടിലെത്തിയ അവർ മാറി താമസിച്ചതും. ദുർഗ ചെറിയമ്മ കൊടുത്ത കോഫി കുടിച്ച് ലിവിംഗ് റൂമിൽ ഇരിക്കുകയാണ്. എന്തേ മോളെ മുഖം വല്ലാതെ? ഗോവിന്ദൻ നിനക്ക് വിളിച്ചില്ലേ? ഏട്ടത്തി എല്ലാ കാര്യവും ഗോവിന്ദനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. ആ ചെറിയമ്മ, ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നലെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ അതോർത്തെനിക്ക് ഒരു സമാധാനം കിട്ടുന്നില്ല. രണ്ട് ഭാഗത്തു നിന്നുള്ള ശത്രുതയ്ക്കിടയിൽ എങ്ങനെ ആ നല്ല മനുഷ്യനെ രക്ഷിച്ചെടുക്കാൻ സാധിക്കും? ചെറിയമ്മ, എനിക്ക് പേടിയായി തുടങ്ങുന്നു. നിർമ്മലയുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് തൻ്റെ സങ്കടം പറയുകയാണവൾ. ചെറിയമ്മയുടെ കുഞ്ഞു കരയല്ലേ, എല്ലാം ശരിയാകും. ദൈവമെന്നും ചതിച്ചവർക്ക് കൂട്ടുനിൽക്കില്ല.
ഒരിക്കലവരും മൂക്കുകുത്തും. എൻ്റെ കുട്ടിയുടെ നന്മ ദൈവം കാണാതിരിക്കില്ല. എല്ലാം ശുഭമാകും. ദൈവം സഹായിച്ച് എൻ്റെ കാശി ആ തടവറയിൽ നിന്ന് രക്ഷപ്പെട്ട് പഴയ ഉഷിരോടെ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങട്ടെ. പിറന്നെയെല്ലാം നമുക്ക് വിജയമാകും മോളെ. ചെറിയമ്മ, ആ ഒരു ദിവസത്തിനാണ് ഞാനും കാത്തിരിക്കുന്നത്. ഇന്നത്തെ പ്ലാൻ സക്സസ് ആയി കിട്ടിയാലും പിന്നെ ഉള്ളതെല്ലാം ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ആയി കിട്ടുകയും വേണം. ശരിയാകും മോളെ. ഏട്ടത്തി നിന്നെ വിളിച്ചിരുന്നോ? ഇല്ല ചെറിയമ്മ, എല്ലാം ഗോവിന്ദേട്ടൻ മുഖേനയാണ് പ്ലാൻ ചെയ്തത്. ഏട്ടത്തിക്ക് നല്ല സങ്കടമുണ്ട്. തെറ്റിദ്ധാരണ മൂലം നിന്നോട് എന്തൊക്കെയോ ദേഷ്യത്തിൽ പറഞ്ഞു എന്ന്. ആൻറ്റിയുടെ സംസാരത്തിൽ എനിക്ക് വിഷമമൊന്നും തോന്നിയില്ല ചെറിയമ്മ. ഒരമ്മയുടെ വേവലാതി ആയിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ അത്. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ഇന്നെല്ലാം നല്ല രീതിയിലാകാൻ പ്രാർത്ഥിക്കൂ. അവൾ ചെറിയമ്മയെ ഒന്ന് പുണർന്നു അവിടെ നിന്നും പോന്നു.